ജൂൺ 16, 1906 മറക്കുവാനാകാത്ത ചരിത്ര സംഭവം. ആൽഫ്രഡ് ഗാർ എന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്ന് മാറുകയാണ്. ചെറിയ പ്രായത്തിൽ തന്നെ കർത്താവിന് വേണ്ടി അസാധാരണമായ ഒരു ഹൃദയം കൊണ്ട് നടന്ന ഒരു യൗവനക്കാരനായിരുന്നു. A man who had a deep passion and hunger for God. ജനുവരി 3, 1907 32 വയസ്സുകാരനായ ആൽഫ്രഡ് ഗാർ തന്റെ ഭാര്യയെ 3 കുഞ്ഞുങ്ങളുമായി ഭാരതത്തിലേക്ക് ഒരു മിഷണറിയായി വരികയാണ്. ഒരു ബ്രിട്ടീഷുകാരനായ മനുഷ്യൻ അന്ന് ആ മീറ്റിംഗിൽ വന്നപ്പോൾ ആൽഫ്രഡ് ഗാർ അന്യഭാഷയിൽ പറയുന്നത് കണ്ടപ്പോൾ താൻ വിസ്മയിച്ചു. ജൂൺ 16, 1906 മറക്കുവാനാകാത്ത ചരിത്ര സംഭവം. ആൽഫ്രഡ് ഗാർ എന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്ന് മാറുകയാണ്. जून 16 तारीख 1906 ये एक ऐसा समय था जब आल्फ्रेड गार करके इस व्यक्ति के ऊपर पवित्र आत्मा उतरी. ഏപ്രിൽ 9, 10 തീയതിയാണ് അസൂസ ഉണർവ് സംഭവിക്കുന്നത്. പരിശുദ്ധാത്മാവ് അസൂസയിൽ വന്ന് വീഴുന്നതും ഒരു ലോകവ്യാപകമായ ഒരു ഉണർവായി അസൂസ റിവൈവൽ അറിയപ്പെടുന്നത്. अज़ूज़ा रिवाइवल के बारे में भी, जागृति के बारे में भी हमने सुना है, जो इसी साल पर हुआ. 2 മാസങ്ങൾ കഴിഞ്ഞ് ആദ്യത്തെ വെള്ളക്കാരനായ പാസ്റ്റർ അവിടെ നടക്കുന്ന ഈ ദൈവപ്രവൃത്തിയെ കാണാൻ വരികയാണ്. അതിന്റെ മധ്യത്തിലാണ് തന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിശക്തമായി വന്ന് വീഴുന്നത്. अज़ूज़ा स्ट्रीट में जो जागृति हुई 1906 में, उसे देखने के लिए कि वहाँ क्या हो रहा है, आल्फ्रेड गार करके वो एक पासवान थे जो कि गोरे थे, वो उस जगह पर आ गए ये देखने के लिए और पवित्र आत्मा में बपतिस्मा He was the first white pastor to be baptized in the Holy Spirit during the Azusa revival of 1906. 1906 में जो अज़ूज़ा जागृति हुई, उसमें पर पवित्र आत्मा का बपतिस्मा पाने वाले पहले गोरे पासवान थे आल्फ्रेड गार. തന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്ന് വീഴുകയാണ്. ഒരു നദി പൊട്ടിപ്പുറപ്പെടുന്നത് പോലെ ഒരു വലിയ ആത്മപ്രവാഹം തന്നെ ഉള്ളിൽ നിന്ന് പ്രവഹിക്കുക. उनके अंदर से नदी के समान पवित्र आत्मा फूट कर बाहर बहने जैसे वो इस तरह से उन्होंने बपतिस्मा पाया और अन्य भाषा का वरदान भी पा लिया. താൻ സംസാരിക്കുന്ന ഭാഷ തനിക്ക് അറിയില്ല. जो अन्य भाषा वो बोल रहे हैं उनको नहीं मालूम कि वो कौन सी भाषा है. പക്ഷേ അവിടെ ഭാരതത്തിൽ ജനിച്ച ഒരു ബ്രിട്ടീഷുകാരനായ മനുഷ്യൻ അന്ന് ആ മീറ്റിംഗിൽ വന്നപ്പോൾ ആൽഫ്രഡ് ഗാർ അന്യഭാഷയിൽ പറയുന്നത് കണ്ടപ്പോൾ താൻ വിസ്മയിച്ചു. ഒരു ബ്രിട്ടീഷുകാരനാണ്. താൻ കൊച്ചു പ്രായത്തിൽ ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആ സമയങ്ങളിൽ തൻ്റെ മാതാപിതാക്കൾ ഇവിടെ ആയിരുന്നുകൊണ്ട് താൻ ഇവിടെ ആയിരുന്നു. അങ്ങനെയാണ് ഈ ഭാഷ കേട്ടപ്പോൾ ഇത് ബംഗാളി ഹിന്ദുസ്ഥാനി ഭാഷയാണെന്ന് താൻ വിസ്മയിച്ചു പോയത്. ആൽഫ്രഡ് ഗാർ സംസാരിക്കുന്ന ഈ ഭാഷ. लेकिन एक हिंदुस्तानी उस समय वहां पर थे और उनको इतना आश्चर्य हुआ इनका बोली सुनकर, क्योंकि वो बंगाली में बात करते जा रहे हैं. जो अन्य भाषा वो बोल रहे हैं वो बंगाली भाषा है. അപ്പോൾ ഈ ബ്രിട്ടീഷ് മനുഷ്യൻ പറയുക, ഗാർ നീ സംസാരിക്കുന്ന ഭാഷ അത് ഒരു ഭാരതീയ ഭാഷയാണ്, എനിക്ക് ആ ഭാഷ അറിയാം, അത് ബംഗാളി ഹിന്ദുസ്ഥാനി ഭാഷയാണ്. वहां पर एक ब्रिटिश आदमी जो कि भारत में जन्मा था, इसी को ये भाषा समझ में आ गया. ये बोला कि अरे तुम वो भाषा बोल रहे हो जो कि भारत के एक प्रांत में बोला जाता है. ആരാണ് ഈ ആൽഫ്രഡ് ഗാർ?
अल्फ्रेड गार कौन है? കെൻറ്റക്കി അമേരിക്കയിൽ ജനിച്ച ഒരു മനുഷ്യനാണ് ആൽഫ്രഡ് ഗാർ. केंटकी अमेरिका में इनका जन्म हुआ. ചെറിയ പ്രായത്തിൽ തന്നെ കർത്താവിന് വേണ്ടി അസാധാരണമായ ഒരു ഹൃദയം കൊണ്ട് നടന്ന ഒരു യൗവനക്കാരനായിരുന്നു. A man who had a deep passion and hunger for God. एकदम बचपन से ही परमेश्वर के लिए एक बहुत गहरा भूख और प्यास और इच्छा इनके अंदर में थी. ആസ്ബറി ബൈബിൾ കോളേജിൽ പോയി കർത്താവിനെ ശുശ്രൂഷ ചെയ്യാൻ താൻ ആസ്ബറി ബൈബിൾ കോളേജിൽ പഠിച്ച് ഹോളിനെസ് ബേണിംഗ് ബുഷ് ചർച്ച് മിനിസ്ട്രി അന്ന് ഉണർവ് കൊണ്ട് നടക്കുന്ന ആ സഭയുടെ ഒരു ശുശ്രൂഷകനായി തീരുകയാണ്. ये सेवकाई करते थे. होलीनेस बर्निंग बुश चर्च मिनिस्ट्री नाम के उस कलीसिया में करते थे और इन्होंने एस्बरी बाइबल कॉलेज से अपनी पढ़ाई को पूरा किया. ലിലിയൻ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയായി തന്റെ വിവാഹം നടക്കുന്നു. അവർ ഒരുമിച്ച് അമേരിക്കയിലെ അനേക സ്ഥലങ്ങളിൽ ബേണിംഗ് ബുഷിന്റെ ദൈവസഭയോടുള്ള ബന്ധത്തിൽ അവർ ഷിക്കാഗോ, വെർജീനിയ, അമേരിക്കയുടെ അനേക സ്ഥലങ്ങളിൽ അവർ ശുശ്രൂഷിക്കുകയാണ്, സഭകൾ സ്ഥാപിക്കുകയാണ്. इनका विवाह हो गया और उसके बाद अपनी बीबी के साथ अमेरिका के कई प्रांतों में इन्होंने जो है अपनी सेवकाई को शुरू किया. വളരെ ശക്തമായി സുവിശേഷം പറയുന്ന സുവിശേഷീകരിക്കുന്ന ഒരു ഫയറി ഇവാഞ്ചലിസ്റ്റായി ദൈവിക സൗഖ്യം ഡിവൈൻ ഹീലിംഗിന്റെ വലിയ ഒരു വക്താവായിരുന്നു ആൽഫ്രഡ് ഗാർ. अल्फ्रेड गार की सेवकाई में परमेश्वर ने बहुत अद्भुत चंगाइयों को भी उनकी सेवकाई में അങ്ങനെ തന്നെ സഭയിൽ നിന്ന് ലോസ് ആഞ്ചലസിലേക്ക് 1906 ഫെബ്രുവരിയിൽ അവിടുത്തെ വെസ്റ്റ് കോസ്റ്റിന്റെ ഡയറക്ടറായി തന്നെ പ്രൊമോട്ട് ചെയ്ത് ലോസ് ആഞ്ചലസിലേക്ക് അയക്കുകയാണ്. लॉस एंजलिस में 1906 में इनको भेजा गया. അവിടെ ചെന്ന് 1000 ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു വലിയ ഓഡിറ്റോറിയം താൻ റെന്റ് ചെയ്യുക. ദൈവത്തിന് വേണ്ടി കത്ത് നിൽക്കുന്ന ആൽഫ്രഡ് ഗാറിന്റെ ഹൃദയവും ശുശ്രൂഷകളും. वहां पर ऑडिटोरियम लिया उन्होंने अपनी सेवकाई के लिए, जहां पर 1000 लोगों को बैठाने जैसा एक बहुत बड़ा ऑडिटोरियम. ഫെബ്രുവരി 1906 ലോസ് ആഞ്ചലസിലേക്ക് പോകുന്നത്. അപ്പോഴാണ് തനിക്ക് കേൾക്കുവാനിടയായി തീർന്നത് ഏപ്രിൽ മാസത്തിൽ അവിടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വില്യം സെയ്മോറും കൂട്ടരുടെ ഇടയ്ക്ക് പരിശുദ്ധാത്മാവ് വീഴുന്നു. അവർ അന്യഭാഷകൾ സംസാരിക്കുന്നു, ദൈവപ്രവർത്തികൾ നടക്കുന്നു എന്നുള്ള. इसी समय में उनको ये सुनने में आया कि 1906 में विलियम सेमोर के द्वारा किस तरह से वहां पर अजूसा में बहुत बड़ी जागृति हो रही है. തന്റെ ഹൃദയത്തിൽ വളരെ സക്സസ്ഫുൾ പാസ്റ്ററാണ്, വലിയ ദൈവപ്രവർത്തികൾ തന്നിലൂടെ നടക്കുന്നു. പക്ഷേ ഹൃദയത്തിൽ ദൈവത്തോടുള്ള ഒരു കൊതിയും വാഞ്ചയും ആഗ്രഹം കാരണം അസൂസയിൽ ഉണ്ടായിരിക്കുന്ന ആ സ്ഥലത്തേക്ക് താൻ പോകുകയാണ്. അവിടെയാണ് താൻ അവിടെ ചെന്ന് നിന്നപ്പോൾ സെറ്റപ്പും ഗെറ്റപ്പും വലുതായിട്ടില്ല. തന്റെ 1000 ഹല്ലേലൂയ ആൾക്കാർ കൂടി വരുന്ന കൂടാരത്തെ പോലെ അത്രയും മനോഹരമല്ല. പക്ഷെ അവിടെ വലിയ ദൈവ സാന്നിധ്യം, ജനം നിലത്ത് വീണ് അനുഭവിക്കുന്നു, മാനസാന്തരപ്പെടുന്നു, ചിലർ ചിരിക്കുന്നു, ചിലർ ആത്മാവിൽ വലിയ പ്രകടമായിരിക്കുന്നത് മാനിഫെസ്റ്റ് കൈൻഡ് ഓഫ് ഗോഡ് തനിക്ക് അവിടെ കാണുവാനിടയായി തീർന്നു. ऐसा नहीं है कि उनकी सेवकाई में कुछ नहीं हो रहा था या उनके पास कुछ नहीं था. बहुत 1000 लोगों को बैठाने जैसे बड़ा चर्च ऑडिटोरियम बहुत खूबसूरत रीति से उन्होंने बनाया. कई जगहों पर उनकी सेवकाई अच्छी रीति से चल रही थी, लेकिन उनके दिल में एक बहुत बड़ा प्यास था परमेश्वर के सामर्थ्य को और पवित्र आत्मा के सामर्थ्य से मिलने का, और इसीलिए वो ढूंढते चले गए. जब उन्होंने इस जागृति के बारे में सुना तो वो पहुंच गए अजूसा में, और वहां पर जो भी उन्होंने देखा वो उतना अच्छा नहीं था. उनका सेटअप उतना सुंदर नहीं था, अरेंजमेंट उतना नहीं था, लेकिन पवित्र आत्मा का सामर्थ्य बहुत गहरी रीति से उनके बीच में बह रहा है. लोग गिर रहे हैं, अन्य भाषाओं में बात कर रहे हैं, चंगाइयां हो रही हैं, और परमेश्वर का सामर्थ्य उनके बीच से बह रहा है. തന്റെ ഹൃദയത്തിൽ വലിയൊരു ആഗ്രഹമായിരുന്നു, കർത്താവേ എനിക്കും ഈ ആത്മപകർച്ചയുടെ ഭാഗമാണ്, എന്റെ മേലും പരിശുദ്ധാത്മാവ് ശക്തിയോടെ ഇറങ്ങണമേ. ആൽഫ്രഡ് ഗാറിനോട് ദൈവം ഇടപെടുകയാണ്. തന്റെ ജീവിതത്തിലുള്ള കുറവുകൾ, പാപത്തിന്റെ ചില അവസ്ഥകൾ, ക്ഷമിക്കുവാൻ കഴിയാത്ത ചില അവസ്ഥകളെല്ലാം ദൈവം തന്നോട് ഇടപെട്ട് തന്റെ ഹൃദയം ഒരുക്കി കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് തന്റെ മേൽ വന്ന് വീഴുകയാണ്. ഗാർ ഹല്ലേലൂയ. സങ്കീർത്തനം 81:10 വാക്യത്തിൽ പറയുന്ന പോലെ നിന്റെ വാ വിസ്താരത്തിൽ തുറക്കുക, ഞാൻ നിന്നെ നിറയ്ക്കും. बहुत इच्छा के साथ वो भी बैठ गए उसी जागृति के बीच में, और उन्होंने प्रार्थना करना शुरू किया. अपने दिल को खोला. उनकी जिंदगी में जो कमियां थी वो पवित्र आत्मा ने दिखाया कि वो सब तुम्हें छोड़ना पड़ेगा. और जैसे सैम 81 भजन संहिता उसके 10वें पद में हम पढ़ते हैं, परमेश्वर ने उनसे बातचीत की. तेरा परमेश्वर यहोवा मैं हूँ जो तुझे मिस्र देश से निकाल लाया है. तू अपना मुख पसार, मैं उसे भर दूंगा.
ജൂൺ 16, 1906 അന്ന് അസൂസയിൽ ആ മീറ്റിംഗിൽ താനും പോയി തന്റെ എന്ന് പറഞ്ഞു തുറന്നു. ഗാറിന്റെ മേൽ പരിശുദ്ധാത്മ അതിശക്തിയായി താൻ ബംഗാളി ഭാഷ സംസാരിക്കുകയാണ്. हालेलुया। और जैसा वचन उनके दिल में आया, वो अपना मुंह खोले, जोर से प्रार्थना करते करते मुंह खोले, और ये बंगाली भाषा बिल्कुल नदी के समान उनके अंदर से बहने लगी, और वो पवित्र आत्मा में उनका बपतिस्मा हुआ, और ये भाषा बोलने। 3 ആഴ്ചകളുടെ ഉള്ളിൽ തനിക്ക് ബോധ്യമായി ദൈവം തന്നെ ഒരു മിഷണറിയായി ഭാരതത്തിലേക്ക് അയക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന്. 3 हफ्तों के बाद उनको ये समझ में आया, और उन्होंने भारत में एक मिशनरी के तौर पर आने के लिए ജനുവരി 3, 1907 32 വയസ്സുകാരനായ ആൽഫ്രഡ് ഗാർ തന്റെ ഭാര്യയെ 3 കുഞ്ഞുങ്ങളുമായി ഭാരതത്തിലേക്ക് ഒരു മിഷണറിയായി വരികയാണ്. 1907 में अल्फ्रेड गार अपनी बीवी और 3 बच्चों को लेकर 32 साल था उनका उस समय, वो कलकत्ता में आ गए. उनका कोई फंडिंग नहीं, कोई मिशन सपोर्ट देने वाला नहीं. ഗാർ വില്യം കാരി എന്ന് പറഞ്ഞ ആധുനിക മിഷന്റെ വക്താവായ വില്യം കാരി പ്രവർത്തിച്ച ആ സ്ഥലങ്ങളിലേക്കൊക്കെ ഗാർ വരികയാണ്. He was the first pioneer Pentecostal missionary to go to a foreign nation. विलियम कैरी के बारे में हमने सुना है, फादर ऑफ मॉडर्न मिशंस उनके बारे में कहा जाता है, लेकिन अल्फ्रेड गार वो पहले ऐसे पेंटेकॉस्टल मिशनरी थे जो कि एक दूसरे देश में सुसमाचार को लेकर. നമ്മുടെ കുക്ക് സാഹിബ് കേരളത്തിലോട്ട് വരുന്നതിന് മുമ്പേ 1907 ആൽഫ്രഡ് ഗാർ, ഈ മനുഷ്യനെ കുറിച്ച് കേരളക്കാരയ്ക്കോ ഭാരതത്തിനോ ഒത്തിരി അറിയില്ല. പക്ഷേ he was the first Pentecostal pastor to come. നോർത്ത് ഇന്ത്യയുടെ പ്രദേശങ്ങളിൽ സ്വത്രം ഒരു കാട്ടുതീ പോലെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കത്തിപ്പടരുവാൻ ഇടയായി തീർന്നു. बहुत लोग इनके बारे में नहीं जानते हैं, लेकिन परमेश्वर ने इनका इस्तेमाल किया कि ये कई जगहों में नॉर्थ इंडिया में सुसमाचार को लेकर मिशनरी तौर पर आए. A new tide of God is rising. पवित्र आत्मा की एक नई लहर हमारे बीच में उठ रही है. അപ്പോൾ തന്നെ നാം കേട്ടതുപോലെ ആൽഫ്രഡ് ഗാറിന്റെ മേൽ വീണതുപോലെ ദേശങ്ങളെ കുറിച്ചുള്ള, നേഷൻസിനെ കുറിച്ചുള്ള ആ ഭാഷകൾ ദൈവം നൽകുകയാണ്. ദേശങ്ങൾക്ക് വേണ്ടി ഒരു ആത്മഭാരം നമ്മുടെ ഉള്ളിൽ, നേഷൻസിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, പ്രവർത്തിക്കുവാൻ, പോകുവാൻ, മിഷണറികളെ അയക്കുവാൻ, രാജ്യങ്ങളെ ശിഷ്യപ്പെടുത്തുവാൻ ആൽഫ്രഡ് ഗാറിന്റെ മേൽ ബംഗാളി ഹിന്ദുസ്ഥാനി ഭാഷ വെളിപ്പെട്ടതുപോലെ ഈ ദിവസങ്ങളിൽ അങ്ങനെയുള്ള ദൈവപ്രവൃത്തികൾ നടക്കുവാൻ പോകുകയാണ്. 1907 ആൽഫ്രഡ് ഗാർ ഭാരതത്തിലേക്ക് വന്നു. നോർത്ത് ഇന്ത്യയുടെ ഗ്രാമപ്രദേശങ്ങൾ അനേക സ്ഥലങ്ങളിൽ ഒരു കാട്ടുതീ പോലെ പെന്തക്കോസ്റ്റ് ഭാരതത്തിൽ അനുഭവിക്കുവാൻ ഇടയായി തീർന്നു. പെന്തക്കോസ്റ്റ് ഇൻ ഇന്ത്യ. അനേക സ്ഥലങ്ങൾ വീണ്ടും ആത്മമഴ അനുഭവിക്കുവാൻ ആൽഫ്രഡ് ഗാറിലൂടെ ദൈവം ഇടയാക്കുവാൻ ഇടയായി തീർന്നു. പണ്ഡിതാര ബാബായിയുടെ സ്ഥലത്ത് താൻ പോകുകയാണ്. വേദനിച്ചും വിഷമിച്ചും ഇരിക്കുന്ന അനേക സ്ത്രീകളുടെ മധ്യത്തിൽ ഗാർ ചെന്ന് ശുശ്രൂഷിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ വിവിധ പ്രവൃത്തികൾ നടന്നപ്പോൾ പണ്ഡിതാര ബാബായിയുടെ ഉള്ളിൽ ഒരു സംശയം, ഇത് ദൈവമാണോ, ഇത് പരിശുദ്ധാത്മാവാണോ എന്ന് താൻ സംശയിച്ചു നിൽക്കുമ്പോൾ 2.5 വയസ്സുകാരിയായ ഒരു കുഞ്ഞ്, ബംഗാളി മാത്രം അറിയാവുന്ന ഒരു കുഞ്ഞ്, അന്യഭാഷയിൽ, സംസ്കൃത് ഭാഷയിൽ പണ്ഡിത രമാവായിയോട് പറയുകയാണ്, പണ്ഡിത, ഫിയർ നോട്ട്, ഇറ്റ് ഈസ് മീ, നീ ഭയപ്പെടണ്ട, ഇത് ഞാൻ തന്നെയാണ്. 2.5 വയസ്സുള്ള ഈ കുഞ്ഞിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. അന്ന് കൂടി വന്ന 700 സഹോദരിമാർ ആത്മാഭിഷേകം പ്രാപിച്ച് പെന്തക്കോസ്തിന്റെ അനുഭവത്തിലേക്ക് വരുവാൻ ഇടയായിത്തീർന്നു. ആൽഫ്രഡ് ഗാർ ഭാരതത്തിൽ മാത്രമല്ല, ഹോങ്കോങ്ങിലേക്കും തിബത്തിലേക്കും ജപ്പാനിലേക്കും അനേക സ്ഥലം, ചൈനയിലേക്കും അനേക സ്ഥലങ്ങളിലേക്ക് ഒരു മിഷണറിയായി പെന്തക്കോസ്തിന്റെ പരിശുദ്ധാത്മാവിന്റെ തീയുമായി ഞാനൊന്ന് പ്രവചിച്ചു പറയുന്നു, ഈ ദിവസങ്ങളിൽ as the new tide is rising, ഒരു പുതിയ തരംഗം നമ്മുടെ മധ്യത്തിൽ വെളിപ്പെടുമ്പോൾ രാജ്യങ്ങളിലേക്ക് ഭാരതത്തിന്റെ സ്റ്റേറ്റുകളിലേക്ക് ആത്മാവിന്റെ തീയുമായി, പെന്തക്കോസ്തിന്റെ തീയുമായി, സത്യ സുവിശേഷവുമായി, ദൈവ രാജ്യവുമായി നാം ഏൽപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങൾ സമർപ്പിക്കുന്നു.
അങ്ങയുടെ പ്രവാഹം ഞങ്ങളിൽ, അങ്ങയുടെ ആത്മപ്രവാഹം ഞങ്ങളിൽ അതിശക്തിയോടെ ഞങ്ങൾ സ്വീകരിക്കുന്നു. അപ്പാ, ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങ് ചെയ്യുന്ന ഈ വലിയ പ്രവൃത്തികൾക്കായി സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വെളിപ്പാട് പുസ്തകത്തിൽ വീണ്ടും വീണ്ടും എഴുതിയിരിക്കുന്നത് പോലെ ആത്മാവ് സഭകളോട് സംസാരിക്കുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവ് സഭകളോട് സംസാരിക്കുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. Let him hear what the Spirit is saying to the churches. ഞങ്ങളെ സമർപ്പിക്കുന്നു, ഏൽപ്പിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ ശബ്ദം കേൾക്കുന്നു അപ്പാ. ഞങ്ങൾ ഈൽഡ് ചെയ്ത് സമർപ്പിക്കുന്നു. നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളെ സ്പർശിച്ചതിനായി നന്ദി പറയുന്നു അപ്പാ. ഞങ്ങളെ ഏൽപ്പിക്കുന്നു. നന്ദി പറയുന്നു. സകലതും യേശുവിൻ നാമത്തിൽ തന്നെ.